വെൽക്കം ടു സുമി മുഫാസ് ടേസ്റ്റി കിച്ചൻ. ഇന്ന് ഇച്ചിരി വൈകിപ്പോയി കേട്ടോ. എൻ്റെ മോർണിംഗ് റൊട്ടേഷന് വേണ്ടിയിട്ടുള്ള സമയം രാവിലെ 5:30 ആകുമ്പോൾ എഴുന്നേൽക്കണത്. ഇന്ന് ഒരുപാട് നേരത്തെ എഴുന്നേൽക്കണമെന്നൊക്കെ വിചാരിച്ച് കിടന്നു, പക്ഷേ എഴുന്നേറ്റപ്പോൾ ഒത്തിരി വൈകിയും പോയി കേട്ടോ. ഇന്ന് ഇച്ചിരി പണിയൊക്കെ ഉള്ള ജോലികളാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ സാമ്പാറും ഇഡ്ഡലിയും ദോശയ്ക്ക് വേണോ അരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ദോശ മതിയെന്ന് പറഞ്ഞിട്ട് പിന്നെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യും. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഇങ്ങനെ സ്റ്റൗവൊക്കെ തുടയ്ക്കാറുണ്ട്. എനിക്ക് ഇങ്ങനെയൊക്കെ തുടച്ചിട്ട് ഒന്ന് സ്റ്റൗവൊക്കെ ഫ്ലെയിമൊക്കെ ഓൺ ചെയ്യണത് ഒരു തൃപ്തി പോലെ. വേറൊന്നുമല്ല, നമ്മൾ ഈ രാത്രി എല്ലാം തുടച്ചിട്ടൊക്കെ ആയിരിക്കും പോകുന്നതെങ്കിലും ഈ പല്ലിയും മറ്റുമൊക്കെ എന്തെങ്കിലുമൊക്കെ വന്ന് എന്തായാലും സ്ലാബിലൊക്കെ വരെയും ഒക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് തുടച്ചിട്ട് പതിവാക്കലാണ് പതിവ്. പിന്നെ ചില തിരക്കിട്ടുള്ള ദിവസങ്ങളിൽ വിട്ടും പോകും കേട്ടോ. അപ്പോൾ ഞാൻ ദോശമാവ് ഇന്നലെ അടിച്ചു വെച്ചതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട്. നല്ല പഫിയായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. മാവ് അടിക്കുന്നതിൻ്റെയും മറ്റ് ഡീറ്റെയിൽസിൻ്റെയൊക്കെ ഒരു റെസിപ്പി ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇഡ്ഡലി ദോശ അരയ്ക്കുന്ന വിധം എങ്ങനെയൊക്കെയാണെന്നുള്ളത് എൻ്റെ ഒരു വീഡിയോ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പരിപ്പും ചേമ്പിൻ്റെ കഷ്ണവും കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ കുറച്ച് വെള്ളവും കൂടി വെച്ച് കുക്കറിൽ 3 വിസിൽ അടുപ്പിക്കുന്നുണ്ട്. ഇപ്പുറത്ത് എൻ്റെ സാമ്പാർ വയ്ക്കുന്ന ഒരു മൺചട്ടിയാണ്. അതിൽ ഞാൻ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉള്ളൂ. വെണ്ടയ്ക്ക, ക്യാരറ്റ്, മുരിങ്ങക്കോല്, ഒരു വഴുതനങ്ങ, പിന്നെ തക്കാളി കുറച്ചൊന്ന് വെന്ത് പകുതി ആകുമ്പോഴേ ഇടത്തുള്ളൂ. പിന്നെ 2-3 ചെറുള്ളി, പച്ചമുളക്, 2-3 കഷ്ണം വെളുത്തുള്ളി, ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ മഞ്ഞപ്പൊടിയും കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ വെള്ളവും കൂടെ ഒഴിച്ച് അടച്ചു വയ്ക്കുന്നുണ്ട്. ഈ കുക്കറിലിട്ട് അടിക്കുമ്പോൾ ഒത്തിരി വെന്ത് പോകുന്നത്. അപ്പം എനിക്ക് പെട്ടെന്ന് തന്നെ ആവാറുണ്ട് കഷ്ണങ്ങൾക്ക്, കാരണം കട്ടിയുള്ള ചേമ്പൊക്കെയാണ്. അപ്പോൾ അത് ഞാൻ കുക്കറിൽ ഇടുന്നതുകൊണ്ട് അത് വെന്ത് കിട്ടും. ബാക്കിയുള്ളത് ഒന്ന് തിളച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ നമ്മുടെ കുക്കർ പരിപ്പ് വെന്ത് ഏകദേശം 3 വിസിലൊക്കെ ഇട്ട് ഞാൻ ഇറക്കി വെച്ചു. അപ്പോൾ ചെറിയ സ്റ്റൗവിലോട്ട് ഞാൻ നമ്മുടെ കഷ്ണങ്ങളൊന്നും മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ സാമ്പാർ ഉണ്ടാക്കുന്നതുകൊണ്ട് ഉച്ചത്തേക്കും കൂടെ എടുക്കാമല്ലോ. മോളൊന്ന് എഴുന്നേറ്റു. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് തോളത്തൊക്കെ ഇട്ടൊന്ന് ഉറക്കാൻ നോക്കണുണ്ട്. പക്ഷേ കണ്ണ് 2 ബൾബ് പോലെ തുറന്നു പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഉറങ്ങുമെന്നറിയാം, ഉറങ്ങാൻ ചാൻസ് കുറവാണ്. എന്നാലും കുറച്ച് നേരം നാട്ടി നോക്കാം കേട്ടോ. തൊട്ടിലുണ്ട്, പക്ഷേ തൊട്ടിൽ ചില ടൈമിലേ കിടക്കത്തുള്ളൂ. ചില ടൈമിൽ കട്ടിലിൽ തന്നെ നമ്മൾ കൂടെ കിടന്നാലേ പറ്റത്തുള്ളൂ. മോനെ എഴുന്നേറ്റിട്ടില്ല, അവൻ കിടക്കുക. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഇച്ചിരി നേരത്തെ കടയിൽ പോകണം. ഒരു 9:30 ആകുമ്പോൾ തന്നെ പോകണം. അപ്പോൾ മോളൊന്ന് ഉറങ്ങിയെങ്കിൽ വേഗം പണിയൊക്കെ ഒന്ന് തീർത്ത് പെട്ടെന്ന് പോകാം. അപ്പോൾ ഉറങ്ങി എന്തായാലും സമാധാനം. അപ്പോൾ ഇതേ ഞാൻ കഷ്ണങ്ങളൊക്കെ പകുതി കൂടുതൽ വെന്തു. അന്നേരം ഞാൻ നമ്മുടെ തക്കാളി പഴുത്തത് ഒരെണ്ണം വലിയ കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പരിപ്പ് ജസ്റ്റ് ഒന്ന് ഉടച്ച് ഇച്ചിരി ചൂടുവെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഞാൻ അതിലേക്ക് നമ്മുടെ ബ്രാഹ്മിൺസിൻ്റെ ഞങ്ങളുടെ ഷോപ്പിൽ തന്നെ കിട്ടും, ചെറിയ പാക്കറ്റാണ് ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടി, കുറച്ച് പുളിയും കൂടെ വാളംപുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടി നമുക്ക് ചെറിയ പാക്കറ്റ് കിട്ടും, 10 രൂപ പാക്കറ്റാണ്. അപ്പോൾ ഒരു സാമ്പാറിന് ധാരാളമാണത്. അതും കൂടെ ഇട്ട് പരിപ്പ് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോൾ ഈ വെന്തിരിക്കുന്ന നമ്മുടെ കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കും. അഡീഷണലായിട്ട് ഞാൻ വേറെ പ്രത്യേകിച്ച് ചേർക്കണമെന്ന് വെച്ചാൽ കുറച്ച് പിന്നെ നമ്മുടെ ജീരകപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള കായപ്പൊടിയും കൂടെ ഞാൻ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കുക. അപ്പോൾ എനിക്ക് ഉപ്പ് കുറവ് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം മല്ലിയില വീട്ടിൽ തന്നെ നാടൻ മല്ലിയില ഉള്ളതുകൊണ്ട് അത് ഞാൻ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടെ ഇട്ട് കൊടുത്താൽ മതി. മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കും. ലാസ്റ്റ് നമ്മുടെ സാമ്പാറിൻ്റെ എല്ലാ കറക്റ്റ് പരുവമായി വരുന്ന സമയം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് അടച്ചു വെക്കും. ആ ടൈമിൽ കടുവൊന്ന് താളിച്ച് ഒഴിച്ചു കൊടുക്കും കേട്ടോ. നിങ്ങളുടെ സാമ്പാറൊക്കെ വെക്കുന്ന രീതി ഇങ്ങനെയൊക്കെ തന്നെയാണോ അതോ കുറച്ചും കൂടെ വ്യത്യാസപ്പെട്ടൊക്കെയാണോ ചെയ്യുന്നത്? എക്സ്ട്രാ പൊടി എന്തെങ്കിലുമൊക്കെ ചേർക്കാറുണ്ടോ നിങ്ങൾ? ഇനി കടുവും കൂടെ താളിച്ച് കഴിഞ്ഞാൽ എൻ്റെ സാമ്പാറിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ കഴിയും കേട്ടോ. ഇനി ദോശ ഉണ്ടാക്കാം. ദോശ നമുക്ക് പതിയെ മതിയല്ലോ ചൂടനെ നമുക്ക് തിന്നുന്ന സമയം. അതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കുക. സാമ്പാറാണല്ലോ ഇച്ചിരി പണിയുള്ള കാര്യം. അപ്പോൾ മല്ലിയില ഇട്ട് കൊടുത്തു, കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തു. ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചു കേട്ടോ. ഇപ്പോൾ ഏകദേശം നല്ല തിളച്ച് പാകത്തിനുള്ള കൊഴുപ്പൊക്കെ ആയിട്ടുണ്ട്. ഇനി കടുവും കൂടെ നമ്മൾ താളിച്ചങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് ജീരകപ്പൊടി ഇട്ട് കൊടുത്തതാണ് കേട്ടോ. കുറച്ച് സാമ്പാറിന് ഒരു ഇച്ചിരി ജീരകപ്പൊടിയും കൂടെ ഇട്ട് കായപ്പൊടിയും കൂടെ ഇട്ടാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കയറി വരത്തുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ കടുവൊക്കെ താളിച്ച് വെച്ചിട്ടുണ്ട്. അടിപൊളി സാമ്പാർ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അടച്ചു വെച്ച് കുറച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് ഒന്നും കൂടെ ഒന്ന് വറ്റും. ഞാൻ ഇച്ചിരി ലൂസായിട്ടാണ് വെച്ചിരിക്കുന്നത്, കാരണം കുറച്ച് കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ ഒരു തിക്നെസ് വരും. അപ്പോൾ ഗ്രേവി കട്ടിയായിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് ഇപ്പോൾ വെച്ച് നമ്മൾ എടുക്കുന്ന ടൈം ആകുമ്പോൾ കറക്റ്റ് ആയിരിക്കും.
ഇനി പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ദോശയുടെ പരിപാടി നോക്കാം. ഞാൻ ഫസ്റ്റ് ആദ്യം വിൽക്കാൻ കൊടുത്തു വിടാം, ഷോപ്പിലേക്ക് രാവിലെ കഴിക്കാനുള്ള ദോശ മാത്രം ആദ്യം ഉണ്ടാക്കി വെക്കാമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. കാര്യം വെച്ചാൽ തുണി വാഷിങ്ങിനും മറ്റുമൊക്കെ ഇടാനുള്ള ടൈമായിട്ടുണ്ട്, ഒരു പണിയും കഴിഞ്ഞിട്ടില്ല. സാമ്പാർ വയ്ക്കില്ല, എല്ലാവർക്കും ഒരു ഇച്ചിരി പണിയാണല്ലോ അല്ലേ. അപ്പോൾ മോള് വീണ്ടും എഴുന്നേറ്റ് പിന്നെയും പോയി എടുത്തിട്ട് വന്നു കേട്ടോ. ഉറക്കം ശരിയായിട്ടില്ല അവളുടെ, എന്നാലും തോളത്ത് കിടക്കണം, അല്ലാണ്ട് പറ്റില്ല. അപ്പോൾ ഒരു കൈ കൊണ്ട് തന്നെ ചെയ്യാം. ഞാൻ ദോശമാവിൽ കുറച്ച് കറിവേപ്പില എടുത്തിട്ട് കുറച്ച് കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. നമ്മൾ ദോശമാവിൽ ഓൾറെഡി ഉലുവയിട്ട് കുതിർത്താണ് നമ്മൾ പച്ചരി ഉഴുന്നിൽ നമ്മൾ ഇടുന്നുണ്ടല്ലോ, എന്നാലും ഈ കറിവേപ്പില ഇടുമ്പോൾ ഒരു പ്രത്യേക മണവും പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇവിടെ ഞാൻ ഇടാറുണ്ട് അങ്ങനെ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇട്ടിട്ട് ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുമല്ലോ എന്ന് നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ഇന്ന് എന്താണ് നിങ്ങളുടെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഈ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടോ അതോ തുടങ്ങാൻ പോകുന്നേ ഉള്ളോ? പിന്നെ എന്നാ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ എൻ്റെ വീഡിയോസിൽ എൻ്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ആക്കുന്ന എന്നെനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ മോർണിംഗ് മാത്രമേ എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഒട്ടും ടൈം കിട്ടുന്നില്ല കേട്ടോ. എനിക്ക് ഷോർട്സ് ഒന്നും ഇടാനായിട്ടുള്ള ടൈം കിട്ടുന്നില്ല. നമുക്ക് ഒരു കടയിൽ പോകുന്നതാണെങ്കിലും ഒരു ജോലിയായിട്ട് പോകുമ്പോൾ പിന്നെ മോളും കൂടെ കുഞ്ഞായതുകൊണ്ട് ആയിരിക്കാം കുറച്ച് ഒരു ബിസി പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് പല വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണ്ടേ, വാഷിങ്, പിന്നെ മുറ്റടിക്കൽ, അപ്പോൾ എന്തെങ്കിലും എല്ലാം കൂടെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ എന്താ പറയുക, എല്ലാം കൊണ്ട് അങ്ങോട്ട് വീഡിയോയിൽ നമ്മുടെ യൂട്യൂബിലോട്ട് കൂടുതലായിട്ട് എനിക്ക് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വീഡിയോസ് ഇടാനുള്ള ഒരിത് കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും വയ്ക്കാനുള്ള ദോശയൊക്കെ ചുട്ട് സാമ്പാറൊക്കെ ഞാൻ എടുത്ത് വെച്ച് ഇനി മോൻ്റെ പുറകെ നടക്കണം കൊണ്ട് കൊടുക്കാൻ വേണ്ടി വാപ്പിക്കും. അപ്പോൾ മോൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ ഞാൻ ജീരകവും ഉലുവയിട്ട് വെച്ചിരുന്ന 2 കുഞ്ഞു ടിന്ന എടുത്ത് കൊടുത്തേക്കുന്നത്, എങ്ങനെയെങ്കിലും ഒന്ന് കരയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മോൻ്റെ കയ്യിൽ നിക്കട ഫുഡും കൂടെ കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവനെ കുളിപ്പിച്ച് ഒക്കെ റെഡിയാക്കാനുള്ള ഒരു ഇതാണ്. മോള് വലിയ കുഴപ്പമില്ല. ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഒരു കാര്യം ആൾ മറന്നു പോയിട്ടുണ്ട്, ഷൂ ഇടുക എന്നുള്ള കാര്യം മറന്നു, അല്ലെങ്കിൽ ചെരുപ്പ് കൊടുത്തുകൊണ്ട് എൻ്റെ പുറകെ വരുന്നതാണ്. അപ്പോൾ ഇനി തുണി വാഷ് ചെയ്യാൻ ഇടണം, മോൻ്റെ കയ്യിൽ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കൊടുത്ത് വിട്ടിട്ട് വേണം ഇതൊക്കെ എല്ലാം ഒന്ന് ചെയ്യേണ്ട. മുറ്റടിക്കൽ പറ്റുമെങ്കിൽ അടിക്കും, ഇല്ലെങ്കിൽ ഫ്രണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് കരിയില ഒന്ന് തൂത്ത് കളഞ്ഞിട്ട് ചെയ്യാന്നുള്ള രീതിയിലിരിക്കുകയാണ്. ഇന്ന് ബെഡ്റൂമൊന്നും ആരും എല്ലാം വിരിച്ചൊന്നും ഇട്ടിട്ടില്ല ഇരിക്കുന്നു, അല്ലാണ്ട് ഞാനൊക്കെ അല്ലാണ്ട് വേറെ ആരും വിരിക്കുകയില്ല എന്തായാലും. അപ്പോൾ ഒന്ന് ബെഡ്റൂമൊക്കെ ഒന്ന് കുടഞ്ഞ് രാവിലെ എഴുന്നേറ്റ് നമ്മൾ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് വന്നാലും നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോൾ തന്നെ റൂമൊക്കെ നല്ല നീറ്റായിട്ട് മടക്കിയിട്ട് നല്ല ഒരു ചെറുതായിട്ട്, ഇപ്പോൾ വലിയ ഒതുക്കലും വൃത്തിയാക്കലൊന്നും അല്ല എങ്കിലും ഒന്ന് ഒതുങ്ങിയൊക്കെ കിടക്കണ കാണുമ്പോഴല്ലേ നമുക്ക് ഒരു വീടിന് ഒരു ഐശ്വര്യമൊക്കെ ഉണ്ടാവത്തുള്ളൂ. നമുക്ക് കാണുമ്പോഴാണെങ്കിലും നമുക്കൊരു മറ്റേത് എല്ലാം വാരി വലിച്ചൊക്കെ ഇടുമ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും പറ്റത്തില്ല. എവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിലും ഞാൻ റൂമൊന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയിട്ട് അല്ലെങ്കിൽ ഒന്ന് തൂത്തൊക്കെ ഒന്ന് ഇറക്കിയിട്ട് അങ്ങനെയൊക്കെ പോയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. എന്തോ ഒരു വലിയ പണി വീട്ടിൽ കിടക്കണമെന്നുള്ളൊരു മട്ട. അപ്പോൾ 2 റൂമും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ച് എല്ലാമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. നിങ്ങളും ഇങ്ങനെയൊക്കെയാണോ? രാവിലെ തന്നെ മിക്കവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. നമുക്ക് പെണ്ണുങ്ങൾക്കുള്ള ഒരു ഇതാണല്ലോ, നമുക്ക് ഇച്ചിരി വീടൊക്കെ വൃത്തിയായി കിടന്നില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കണു ഓരോന്നും. അപ്പോൾ ഇനി നമുക്കുള്ള ദോശയും കൂടെ ചുട്ട് കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഏകദേശമൊക്കെ ഒടുങ്ങും. പിന്നെ നമുക്ക് അരി ഇടാനുള്ള വെള്ളം വെക്കാമായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടെ അപ്പുറത്തെ ഇതിൽ വെച്ചു, കാര്യം ഇല്ലെങ്കിൽ ടൈം കിട്ടത്തില്ല. അപ്പോൾ കുറച്ച് ദോശയും കൂടെ ചുട്ടു. ഇനി എൻ്റെ ഇക്കാടെ ഉമ്മ അവർ തൊട്ട് തറവാട് ഞങ്ങളുടെ വീടിൻ്റെ തന്നെ തൊട്ട് ഓപ്പോസിറ്റാണ്. അപ്പോൾ ഉമ്മച്ചി ഇടയ്ക്ക് രാവിലെയൊക്കെ മോളെയും മോനെയും രാവിലെ കാണാൻ വേണ്ടി പെട്ടെന്ന് കയറി വരാറുണ്ട്. അപ്പോൾ ഉമ്മച്ചിയും കൂടെ വരികയാണെങ്കിൽ 2 ദോശ ഉമ്മച്ചിക്കും കൂടെ കഴിക്കാറില്ല രാവിലെ, ഇപ്പം നിർബന്ധിച്ചാലും കഴിക്കാറില്ല. ചിലപ്പോൾ ചായ മാത്രം കുടിച്ചിട്ടങ്ങ് പോകും. അവിടെ 2 മോളുണ്ട്, പിന്നെ അനിയൻ്റെ വൈഫ് അവൾ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവൾക്ക് ജോലിക്ക് 10 മണിയൊക്കെ ആകുമ്പോൾ പോകണം. അപ്പോൾ അവിടെയും തിരക്കാണ്. അപ്പോൾ ഉമ്മച്ചി എന്നാലും ഇടയ്ക്കൊന്ന് മക്കളെ എടുക്കാൻ വേണ്ടിയിട്ട് ഓടി വരാറുണ്ട്. എനിക്കിത് ഇക്കാൻ ഒരു അനിയൻ കൂടെ ഉണ്ട് കേട്ടോ നടുക്ക്. അവരെ വീട് കുറച്ച് ഇച്ചിരി മാറി, ഞങ്ങളുടെ കടയിരിക്കുന്ന ആ ഒരു സൈഡിലായിട്ടൊക്കെയാണ് അനിയൻ്റെ വീട്, രണ്ടാമത്തെ അനിയൻ്റെ വീട്. അവനും 3 മക്കളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഫാമിലി. എൻ്റെ ഫാമിലി ഡീറ്റെയിൽസൊക്കെ എൻ്റെ ഫാമിലി ഞങ്ങൾ 3 പേരാണ്. ട്രിവാൻഡ്രമാണ് എൻ്റെ വീട്. ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഏകദേശം 10 വർഷം കഴിയാൻ പോണു. അങ്ങനെയൊക്കെയാണ് ഫാമിലിയെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ കുറച്ച് പാത്രമൊക്കെ വാഷ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി പിറക്കി കഴിഞ്ഞാൽ ചെറിയ ചെറിയ പണികളൊക്കെ ഒന്ന് ഒതുങ്ങി കഴിയും.
വേറെ എന്തൊക്കെയാണ് ഇനി എന്തെങ്കിലുമൊക്കെ ഷോർട്സ് ഇടണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ വീഡിയോസ് കുറച്ച് പേരൊക്കെ കാണുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ കൂടുതൽ പേർക്കും എനിക്ക് തോന്നുന്നു ഷോർട്സൊക്കെ കാണാനായിരിക്കും കൂടുതൽ ഇഷ്ടമൊക്കെ. വീഡിയോസ് നമുക്ക് 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് 12 മിനിറ്റ് അങ്ങനെയൊക്കെ ടൈം വരുമ്പോൾ ഇപ്പോൾ എനിക്കാണെങ്കിലും അങ്ങനെ കേട്ടോ, ഒത്തിരി സമയം സ്പെൻഡ് ചെയ്ത് കാണുമ്പോൾ ഒരു ടൈം കുറവ് പോലെ തോന്നും. അപ്പോൾ ഇന്നിപ്പോൾ ഉമ്മച്ചി ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ കുറേ നിർബന്ധിക്കുക കേട്ടോ, 2 ദോശ, അപ്പോൾ ഒന്നും വേണ്ട, എനിക്കൊന്നും വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട് മോളെ എടുത്തു വെച്ചുകൊണ്ട്. ഞാൻ പറഞ്ഞ് 2 കുഞ്ഞു കുട്ടി ദോശ ചുട്ടേക്കുന്നു ഉമ്മച്ചി, അത് 2 എണ്ണം കഴിച്ചിട്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വേണ്ടെന്നും പറഞ്ഞാണെങ്കിലും കഴിക്കുന്നുണ്ട് ആൾ. പിന്നെ ചായയും കൂടെ കൊണ്ടുകൊടുത്തു. ഇനി മോന് കുളിച്ച് വന്നിട്ടുണ്ട്, ഇനി അവൻ്റെ ദോശ ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു ദോശയെങ്കിലും കഴിച്ചിട്ട് പോയെങ്കിൽ മതിയായിരുന്നു. രാവിലെ ഈ ബിസ്ക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പല്ലിയേച്ച് ഉടനെ അത് കഴിക്കും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ഇതായി പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉമ്മച്ചി ഫുഡും കഴിച്ചിട്ട് പോയിട്ടുണ്ട്. മോനും ഏകദേശം കഴിക്കാനിരുന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് തൂത്തൊക്കെ ഒന്ന് ഇറക്കിയാൽ മതി. അവൻ്റെ സ്കൂളിൽ പോകുന്ന ടൈം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ രാവിലെ ഇക്കാക്ക എടുത്തുകൊണ്ട് നടന്നതിൻ്റെ ഒരു മട്ടിൽ അവൾക്ക് പോകാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മോൻ സ്കൂളിൽ പോകുന്നത് ഞാൻ പതുക്കെ കാണിക്കാണ്ടായിരുന്നത്. കാരണം വെച്ചാൽ ഇനിയില്ലെങ്കിൽ അതിന് വേണ്ടി കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ തോളത്തു നിന്ന് മാറത്തേയില്ല. അപ്പോൾ ഞാനത് കാണിക്കാണ്ട് പതുക്കെ ഇങ്ങനെ നിന്ന് എന്തെങ്കിലുമൊക്കെ കളിക്കാനൊക്കെ ഇട്ട് കൊടുത്ത് നിൽക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് ജസ്റ്റ് ഒന്ന് തൂത്തൊക്കെ ഇറക്കി കഴിഞ്ഞാൽ അകം തൂത്ത് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഓടി സമയം ഉണ്ടെങ്കിൽ പോയി മുറ്റവും കൂടെ ഒന്ന് അടിച്ചിട്ട് വരാം. പുറകു വശമൊന്ന് അടിച്ചിട്ട് പോവുകയാണെങ്കിൽ കുറച്ച് സമാധാനം ഉണ്ടാകും. കാരണം വെച്ചാൽ ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് മിക്ക ദിവസവും കാറ്റും മഴയൊക്കെ ഉള്ളതുകൊണ്ടേ ഒത്തിരി പ്ലാവിൻ്റെ ഇല പുറകു വശത്ത് ചാടുന്നുണ്ട്. ഇക്കാക്കയുടെ ബോക്സൊക്കെ എടുത്തുകൊണ്ട് വന്ന് നടക്കുകയാണ്. ഇനിയിപ്പോൾ അത് മേടിക്കാൻ നിൽക്കില്ല, കളിച്ച് കഴിഞ്ഞിട്ട് വെക്കുമ്പോൾ എടുത്ത് വെക്കാം. തുറക്കാൻ പറ്റില്ലെങ്കിൽ ഇനി അത് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ വഴക്കിടും കേട്ടോ. അങ്ങനെയൊക്കെയുള്ള കരച്ചിലൊക്കെയാണ് ആളിനുള്ളത്. ചില ടൈമിൽ ഒട്ടും മാറത്തില്ല കേട്ടോ, കയ്യിൽ നിന്നേ മാറത്തില്ല. ഇനി കുറച്ച് പാത്രം കൂടങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചു. അപ്പോൾ ഇന്ന് സാമ്പാറുള്ളതുകൊണ്ട് വറുക്കാൻ പറ്റിയ മീൻ എന്തെങ്കിലും ഒന്ന് നോക്കി നിന്നപ്പോൾ ഇന്ന് ഞങ്ങളുടെ മീൻ കൊണ്ടുവന്നത് കണ്ണാടി മുള്ളൻ മീനാണ്. ഇതിനെ നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പേര് പറയണേന്ന് എനിക്കറിയില്ല. ഇവിടെ കണ്ണാടി മുള്ളൻ എന്നാണ് പറയുന്നത്. പെട്ടെന്ന് കട്ട് ചെയ്യാനൊക്കെ എളുപ്പമല്ല. അതിൻ്റെ പുറത്ത് ഇതൊക്കെ ഒന്ന് കളഞ്ഞ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്താൽ മതി. അതിൻ്റെ ഇടയിൽ മോള് ചെന്നിട്ട് എന്തോ ഒരു അഴുക്ക് ഏതാണ്ടോ സംഭവം കയ്യിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകി തരാൻ വേണ്ടി നിൽക്കുക. ഇനിയും വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണേ. ഞാനപ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനം കയ്യിലൊന്ന് കൊടുത്ത് മീനൊന്ന് നന്നാക്കി എടുക്കുന്നവരൊന്ന് കരയാണ്ട് നിന്നെങ്കിൽ ഒരു സമാധാനമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് നന്നാക്കി എടുത്ത് ഉപ്പൊക്കെ ഇട്ട് കഴുകി 5 മീൻ 1 കിലോ കേട്ടോ, 60 രൂപ, 120 രൂപ എങ്ങണ്ട കിലോ വില. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല, ഉപ്പ്, കുറച്ച് കുരുമുളക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച്, വെളുത്തുള്ളി ഒന്നും ചതച്ച് ചേർക്കാനുള്ള ടൈമില്ല. അതുകൊണ്ട് പെട്ടെന്ന് മീൻ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ചു. അതിൻ്റെ ഇടയിൽ മോളെ ഒന്ന് ജസ്റ്റ് മേലൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കടയിലോട്ട് പോകുന്നതിന് മുന്നേ. അപ്പോൾ ഷൂവും കൂടെ ഇട്ട് കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ബഹളം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയിലും കൊണ്ട് ഞാൻ ഒതുക്കുകയാണ്. ഇതുവരെ എനിക്ക് ഷോപ്പിൽ പോകുന്നതോ അല്ലെങ്കിൽ ഷോപ്പിൻ്റെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. കാരണം ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ കടയിൽ പിന്നെ ആരെങ്കിലും ഒന്നി പെട്ടെന്ന് പോവുമായിരിക്കും കടയിൽ നിന്ന്, അല്ലെങ്കിൽ പിന്നെ അടുത്ത എന്തെങ്കിലും കസ്റ്റമർ ഉണ്ടാവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിരക്കൊക്കെ ആയിരിക്കും. അപ്പോൾ രാവിലെ ഞാൻ മോക്ക് ഇച്ചിരി ചൂടനെ കഞ്ഞിയായിട്ട് ഇനി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് വേണം ഇനി കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ എന്തായാലും